ബംഗ്ലാദേശ് പ്രധാനമന്ത്രി അവിടുത്തെ ജനങ്ങളെ പേടിച്ച് അല്ലെങ്കിൽ അവിടുത്തെ സൈന്യത്തെ പേടിച്ച് താൻ ഭരിച്ചിരുന്ന രാജ്യം വിട്ട് പലായനം ചെയ്യേണ്ടി വന്നത് ഇപ്പോൾ ലോകരാജ്യങ്ങളെ തന്നെ ഏറെ ഞെട്ടലിലാക്കിയിരിക്കുകയാണ്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രാജ്യവ്യാപകമായതിന് പിന്നാലെയാണ് രാജിവെച്ച് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയത്. ഇതിന് പിന്നാലെ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതാകട്ടെ ബംഗ്ലാദേശ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വഖാർ ഉസ്മാനായിരുന്നു. നിങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുമെന്നും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൈന്യം ഇപ്പോൾ അധികാരത്തിലേറിയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതേസമയം ബംഗ്ലാദേശിൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ സൈന്യ തലവൻ ആരാണ് എന്നതാണ് ഇവിടെ ചോദ്യമാകുന്നത്. അതായത് 1966 സെപ്റ്റംബർ 16 ബംഗ്ലാദേശിലെ ഷേർപൂർ ജില്ലയിൽ ജനിച്ച വഖാർ ഉസ്മാൻ ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനാണ്. ബംഗ്ലാദേശ് സൈനിക അക്കാദമി, ജോയിന്റ് സർവീസ് കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജ് ബ്രിട്ടൻ, ബംഗ്ലാദേശ് ഡിഫൻസ് സർവീസ് കോളേജ് എന്നിവിടങ്ങളിൽ അദ്ദേഹം വിദ്യാഭ്യാസം ചെയ്തു. 1985 ഡിസംബർ 20 സൈന്യത്തിൽ സേവനം ആരംഭിച്ചു. 2020 ലഫ്റ്റനന്റ് ജനറലായി ഇദ്ദേഹം പിന്നീട് ആംഡ് ഫോഴ്സ് ഡിവിഷന്റെ 15ാമത് പ്രിൻസിപ്പൽ സ്റ്റാഫ് ഓഫീസറായി. ഇതിന് പിന്നാലെ 2023 ഡിസംബർ 29 ബംഗ്ലാദേശ് കരസേനയുടെ മേധാവിയായ വഖാർ സൈന്യത്തിന്റെ തന്ത്രപരമായ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിച്ചു. 2024 ജൂണിൽ ബംഗ്ലാദേശിന്റെ സംയുക്ത സൈനിക മേധാവിയായി. അതായത് സൈനിക ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പകരം ഇപ്പോൾ സൈന്യമാണ് ബംഗ്ലാദേശ് ഏറ്റെടുത്തിരിക്കുന്നത്. അതേസമയം ഷെയ്ഖ് ഹസീന ത്രിപുരയിലെ അഗർത്തലയിലെത്തിയതിന് പിന്നാലെ ഡൽഹിയിലേക്കാണ് പോയത്. AJX 1431 എന്ന കോൾ സൈനുള്ള C-130 എയർക്രാഫ്റ്റ് ബംഗ്ലാദേശ് അതിർത്തി കടന്ന് ഡൽഹിയിലേക്ക് പറക്കുന്നതായിട്ടായിരുന്നു ഇന്ത്യയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചത്. തുടർന്നിവർ ഡൽഹിയിലേക്ക് പോയ ഹെലികോപ്റ്ററിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. റഡാറുകളൊക്കെ സജീവമായിരുന്നു. വൈകിട്ട് 5 മണിയോടെ ഡൽഹിയിലെ റൺവേയിൽ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുമെന്നാണ് സൂചനകൾ ലഭിച്ചത്. ഷെയ്ഖ് ഹസീനയും സഹോദരി ഷെയ്ഖ് രഹ്നായുമാണ് കോപ്റ്ററിലുള്ളതെന്നാണ് വിവരങ്ങളും. ഡൽഹി ലാൻഡ് ചെയ്യുന്നതിന് പിന്നാലെ ഇവർ ലണ്ടനിലേക്ക് കടക്കുമെന്ന അഭ്യൂഹങ്ങളും പരന്നിരുന്നു. ബംഗ്ലാദേശിൽ അരാജകത്വം അതിരൂക്ഷമായ സാഹചര്യത്തിൽ അതിർത്തിയിലെ BSF ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക നിർദ്ദേശം തന്നെ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ BSF ജനറൽ ദൽജിത് ചൗധരി കൊൽക്കത്തയിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ 4096 കിലോമീറ്ററോളം അതിർത്തി പ്രദേശം ബംഗ്ലാദേശുമായിട്ടാണ് പങ്കിടുന്നത്. അതിർത്തി കടന്നെത്തുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശം. അതിനാൽ തന്നെ BSFകാരോട് പൂർണ്ണ സജ്ജമായിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ നിലവിലുള്ള കലാപ സാഹചര്യം ഭീകരരും ലഹരിക്കടുത്ത സംഘങ്ങളും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നീക്കമെന്നാണ് വിവരങ്ങൾ. ഇതിനിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇരച്ചു കയറിയ പ്രക്ഷോഭകാരികൾ അവിടെ നിന്ന് ഷെയ്ഖ് ഹസീനയുടെ വസ്ത്രങ്ങളും മറ്റ് എല്ലാം അടിച്ചുമാറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അതുമാത്രമല്ല ബംഗ്ലാദേശ് പാർലമെന്റ് കൈയടക്കിയ കലാപകാരികളുടെ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു. പ്രധാനമന്ത്രി രാജിവെച്ചതിന് പിന്നാലെയാണ് രാജ്യത്ത് അരാജകത്വം അരങ്ങുവാഴാൻ ആരംഭിച്ചത്. രാജ്യത്ത് പ്രഖ്യാപിച്ചിരുന്ന കർഫ്യൂ പോലും അവഗണിച്ചാണ് പ്രക്ഷോഭകാരികൾ ധാക്കയിൽ സ്ഥിതി ചെയ്യുന്ന പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഇരച്ചു കയറിയതും അകത്ത് കയറി വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. പാർലമെന്റിലെ കസേരപ്പുറത്ത് കാലുകയറ്റി വെച്ച് പുകവലിക്കുന്ന പ്രതിഷേധക്കാരെ, വീട്ടിലെന്ന പോലെ വിശ്രമിക്കുന്നവരെയുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലെ ദൃശ്യങ്ങളിൽ കാണാം. ജനാധിപത്യത്തിന്റെ പ്രതീകം കൂടിയായ പാർലമെന്റ് മന്ദിരമാണ് പ്രക്ഷോഭകാരികൾ വളഞ്ഞ ആക്രമണം നടത്തിയത്. ഡെമോക്രസിയിൽ നിന്നും മോബോക്രസിയിലേക്ക് ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു എന്നതാണ് തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യത്തിന് താഴെ ഡെമോക്രസിയിൽ നിന്നും മോബോക്രസിയിലേക്ക് ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു എന്നാണ് കമന്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഭരണകൂടത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കാമെങ്കിലും രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പ്രതീകങ്ങളെ അടിച്ചമർത്തുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് പലരും പങ്കുവച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ ഇന്ത്യയിലാണ് അഭയം തേടിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ്. ഇതിന് പിന്നാലെ ലണ്ടനിലേക്ക് കടക്കുമെന്ന സൂചനകളും പുറത്തുവരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.